ഹായ്, നമ്മൾ ഇന്ന് കേരള സ്റ്റേറ്റ് സിലബസ് +1 ക്ലാസ് ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ അനുതാപ് ആണ് പഠിക്കാൻ പോകുന്നത്. അനുതാപ് എന്ന് പറയുന്നത് ഒരു ലഘുകഥ, അതായത് ഷോർട്ട് സ്റ്റോറി അഥവാ നമുക്ക് മലയാളത്തിൽ ചെറുകഥ എന്ന് പറയാം. ഇത് എഴുതിയിരിക്കുന്നത് സുഖേഷ് സാഹ്നി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് പേജ് നമ്പർ 8 തന്നിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ജന്മം എന്ന് പറയുന്നത് 5 സെപ്റ്റംബർ 1956 ഉത്തർപ്രദേശിൽ ലക്നൌവിലായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രമുഖ രചനകളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരം, പിന്നെ അദ്ദേഹം എഴുതുന്ന രചനകളുടെ വിശേഷതകളാണ് പറയുന്നത്. ഇദ്ദേഹം ലഘുകഥ ക്ഷേത്രത്തിൽ നല്ലൊരു സശക്ത ഹസ്താക്ഷരമുണ്ട് ഇദ്ദേഹത്തിന്. പിന്നെ നമ്മുടെ ഈ സാമാജിക് മൂല്യം ഇപ്പോൾ ഇല്ലാണ്ടാവുകയാണല്ലോ, അന്നേരം അതിനെക്കുറിച്ചുള്ള ചിന്തകളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ രചനകളിൽ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഗ്രാമത്തിൻ്റെ സംസ്കൃതി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നിമ്നവർഗ താഴേക്കിടയിലുള്ള ആൾക്കാരെക്കുറിച്ച് അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളോട് പറയുന്നത് ഇദ്ദേഹം. പിന്നെ ആ 8ാമത്തെ പേജിൽ തന്നെ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ഒരു ബോക്സിനകത്ത് ലഘുകഥ എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ലഘുകഥ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കഹാനി ഉണ്ടല്ലോ അതിൻ്റെ കാട്ടി ചെറുതായിരിക്കും. പിന്നെ പറയുന്നതാണ് ലഘുകഥ എന്ന് പറയുന്നത് കഥയുടെ ഒരു ഷോർട്ട് വേർഷനാണ്, ലഘുതം രൂപമാണ്. പക്ഷേ അത് കഥയുടെ സാരാംശമല്ല, അതായത് സമ്മറി അല്ല, കഥയുടെ സമ്മറി അല്ല, പക്ഷേ അത് കഥയുടെ ഒരു ലഘുതം രൂപമാണ്. പിന്നെ പറയുന്നത് നമ്മൾ മനുഷ്യർ നമ്മുടെ ലൈഫിൽ കുറേ തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യാറുണ്ട്. അന്നേരം അതിൽ ചില തെറ്റുകൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷേ ചില തെറ്റുകൾ കാണും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ ഒരു സംഭവമാണ് നമുക്ക് ഈ അനുതാപിൽ കാണാൻ പറ്റുന്നത്. അനുതാപ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് പശ്ചാത്താപ് എന്നാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഇതിനോട് സഹാനുഭൂതി തോന്നുമ്പോഴാണ് പശ്ചാത്താപിക്കുന്നത് നമ്മളല്ലേ. അന്നേരം ഈ ലഘുകഥയിൽ നമുക്കൊരു വ്യക്തിയുടെ പശ്ചാത്താപമാണ് കാണാൻ സാധിക്കുന്നത്. അനുതാപ് എന്ന ഈ ലഘുകഥയിൽ 3 ക്യാരക്ടേഴ്സാണ് പറയുന്നത്. ബാബുജി എന്ന് പറയുന്ന യാത്രീനെയാണ്. പിന്നെ 2 റിക്ഷാവാലയുണ്ട്. പഴയ റിക്ഷാവാലയാണ് അസ്ലം. പിന്നെ പുതിയതാണ്, അതിനെ നയ റിക്ഷാവാലയെന്ന് പറയുന്നുള്ള അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഇതിൽ പറയുന്നില്ല. ഇതിൽ യാത്രി, അതായത് ബാബുജി എന്ന് പറയുന്ന യാത്രിയും നയാ റിക്ഷാവാല, ഇവർ തമ്മിലുള്ള സംസാരമാണ് നമുക്കിതിൽ വായിക്കാൻ പറ്റുന്നത്. അന്നേരം ഇനി നമുക്ക് ആ ലഘുകഥയിലേക്ക് കിടക്കാം. ബാബുജി ആइए मैं पहुंचाए देता हूँ. एक रिक्शे वाले ने उसके नज़दीक आकर कहा, असलम अब नहीं आएगा. क्या हुआ उसको? रिक्शे में बैठते हुए उसने लापरवाही से पूछा. पिछले 4-5 दिनों से അസ്ലം ഹി ഉസെ ദഫ്തർ പਹੁഞ്ചാത്ത രഹാ ഥാ. അതായത് ഇപ്പോൾ പുതിയൊരു റിക്ഷാവാല വന്നെന്ന് പറഞ്ഞല്ലോ, അവർ നമ്മുടെ യാത്രി, അതായത് ബാബുജി അടുത്ത് വന്നിട്ട് പറയാണ്, ഞാൻ ഇന്ന് താങ്കളെ കൊണ്ടുവിടാം, അസ്ലം ഇനിയും വരില്ല. ഇത് കേട്ടപ്പോൾ നമ്മുടെ യാത്രി ലാപർവാഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർലെസ് ആയിട്ട് മറ്റേ റിക്ഷയിലൊക്കെ ഇരുന്നിട്ട് ചോദിക്കുക, ക്യാ ഹുവാ ഉസ്കോ, അവനെന്ത് പറ്റി? എന്നിട്ട് പറയുന്നതാണ്, കഴിഞ്ഞ 4-5 ദിവസമായിട്ട് അവനാണ് എന്നെ ഓഫീസിൽ കൊണ്ടെത്തിക്കുന്നത്, ദഫ്തർ എന്ന് പറയുന്ന ഓഫീസ്. ബാബുജി അസ്ലം നഹീ രഹാ. ക്യാ ഉസെ ഷാക് സാ ലഗാ, കൽ തോ ബല ചംഗാ ഥാ. അന്നേരം ഇത് കേട്ടിട്ട് നമ്മുടെ പുതിയ റിക്ഷാവാല ഉണ്ടല്ലോ, അവരിതുപോലെ പറയുകയാണ്, അസ്ലം നഹീ രഹാ, അതായത് അസ്ലം ഇപ്പോൾ ജീവനോടെ ഇല്ല. ഇത് കേട്ട് നമ്മുടെ ബാബുജി, അതായത് യാത്രി, ഷോക്കായിപ്പോയി. എന്നിട്ട് പറയാണ്, ഇന്നലെ വരെ അവന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ഉസ്കി ദോനോ ഗുർദോ മേ ഖരാബി थी. डॉक्टर ने रिक्शा चलाने से मना कर रखा था. उसकी आवाज़ में गहरी उदासी थी. എന്നിട്ട് പറയാ, ഇപ്പോൾ റിക്ഷാവാല ബാബുജിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുവാണ്, അവൻ്റെ 2 കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു, ഡോക്ടർ റിക്ഷ ഓടിക്കാൻ പാടില്ലെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നു. പക്ഷേ ഇത് പറയുമ്പോൾ അവരുടെ സൗണ്ട് ഭയങ്കരമായിട്ട് ഒരു വിഷമത്തിലായിരുന്നു. कल आपको दफ्तर पहुंचाकर लौटा तो पेशाब बंद हो गया था. अस्पताल ले जाते समय उसने रास्ते में ही दम तोड़ दिया था. എന്നിട്ട് പറയാണ്, ഈ റിക്ഷാവാല ബാബുജിയുടെ പറയാണ്, ഇന്നലെ താങ്കളെ
ഓഫീസിൽ എത്തിച്ചിട്ട് തിരിച്ചു വന്നപ്പം പേഷാബ് എന്ന് പറയുന്ന യൂറിൻ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് തന്നെ അസ്ലം മരിച്ചു എന്നാണ് പറയുന്നത്. ഉസ്നെ ദം തോട് ദിയാ ഥാ എന്ന് പറയുന്നുണ്ടല്ലോ, അതായത് മരിച്ചു. അടുത്തത് ഞാൻ പേജ് നമ്പർ 10ലാണ്. 10ൽ നമുക്ക് മേളിൽ കാണാൻ സാധിക്കും, ആകെ വഹ് കുച്ച് नहीं सुन सका एक सन्नाटे ने उसे अपने आगोश में ले लिया. അതായത് പിന്നെ ഇനി മുന്നോട്ടേക്ക് അദ്ദേഹത്തിന്, അതായത് യാത്രയ്ക്ക് ഒന്നും കേൾക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു സൈലൻസ് ആയിരുന്നു അവിടെ. ഇപ്പം നമ്മൾ ഒരു കാര്യം പെട്ടെന്ന് നമുക്ക് ഷോക്കാവുന്ന ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചുറ്റും നടക്കുന്നൊന്നും അറിയാൻ പറ്റത്തില്ല അല്ലേ. ആ ഒരു ഇതായിരുന്നു ഇവിടെ പറയുന്നത്. ആകെ വഹ് കുച്ച് नहीं सुन सका एक सन्नाटे ने उसे अपने आगोश में ले लिया. ഇനി ഇത് ഇത്രയും കഴിഞ്ഞിട്ട് യാത്രി ഇങ്ങനെ ആലോചിക്കുന്നത്, ഇന്നലെ എന്തൊക്കെ നടന്നിരുന്നു അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്. കൽ കി ഘടന ഉസ്കി ആँखों के आगे സജീവ് ഹോ ഉഠി. ഇന്നലെ നടന്നിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ആ യാത്രിയുടെ കൺമുന്നിൽ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ, ആലോചിക്കുക. റിക്ഷ നട്രാജ് ടാക്കീസ് പാർ കർ ബഡേ ഡാഖാനെ കി ഓർ ജാ രഹാ ഥാ. അതായത് റിക്ഷ നട്രാജ് ടാക്കീസ് പാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ചെയ്തിട്ട് ബഡേ ഡാഖാനെ എന്ന് പറയുന്ന പോസ്റ്റ് ഓഫീസിൻ്റെ അങ്ങോട്ടേക്ക് പോവുമായിരുന്നു. റിക്ഷ ചലാത്തെ ഹുए असलम धीरे धीरे कराह रहा था. बीच बीच में एक हाथ से पेट पकड़ लेता था. എന്നിട്ട് ഈ റിക്ഷ ഓടിക്കുമ്പോൾ നമ്മുടെ അസ്ലമിന് ചെറിയ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. എന്നിട്ട് അദ്ദേഹം വയറ്റിലേക്ക് കൈ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. വയറുവേദന എടുത്ത് അത് കാരണം വയറ്റിലേക്ക് കൈ വെച്ചു. സാമനെ ഡാക് ബംഗ്ലേ തക് ചടായി ഹി ചടായി ഥി. മുന്നിൽ ഡാക് ബംഗ്ല ഉണ്ട്, അവിടേക്ക് പോകാൻ ഉയരത്തിലാണ്, അന്നേരം അത് ഫുള്ള് കയറ്റമായിരുന്നു എന്ന് പറയുന്നത്. ഏക് ബാർ കി ഉസ്കി ഇച്ഛാ ഹുയി ഥി കി റിക്ഷേ സെ ഉത്തർ ജായേ. ഒരു പ്രാവശ്യം നമ്മുടെ യാത്രയ്ക്ക് തോന്നിപ്പോയി, അതായത് റിക്ഷയിൽ നിന്ന് ഇറങ്ങാം, കാരണം അത്രയും കഷ്ടമല്ലേ എന്നൊക്കെ ഒരു തോന്നൽ വന്ന്. अगले ही क्षण उसने खुद को समझाया था, रोज़ का मामला है, कब तक उतरता रहेगा. ये लोग नाटक भी खूब कर लेते हैं, इनके साथ हमदर्दी जताना बेवकूफ़ी होगी. എന്നിട്ട് ആദ്യം ഇദ്ദേഹം വിചാരിച്ചു ഓക്കെ റിക്ഷയിൽ നിന്നൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ അടുത്ത സെക്കൻഡിൽ തന്നെ, അഗ്ലേഹിഷൻ അടുത്ത സെക്കൻഡിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ വന്നു, അതായത് ഇത് ദിവസവും ഇങ്ങനെ തന്നെയല്ലേ, അതായത് ദിവസം ഇങ്ങനെ ആകുമ്പോൾ ഈ ഹൈറ്റിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങി നടക്കേണ്ടി വരും. ഇവർ ഭയങ്കരമായിട്ട് നാട്ടകമൊക്കെ ചെയ്യും, ഡ്രാമ ചെയ്യുന്ന ആൾക്കാരാണ്. ഇങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് സഹാനുഭൂതി, ഹംദർദി എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹാനുഭൂതി കാണിച്ചാൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണെന്ന് ഇതുപോലെ അദ്ദേഹത്തിന് തോന്നിപ്പോയി. അനാബ് ഷനാബ് पैसे मांगते हैं, कुछ कहो तो सरे आम इज्जत उतारने पर आमादा हो जाते हैं. അസ്ലം റിക്ഷേ സെ ഉത്തർ പടാ ഥാ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതൊക്കെ ആലോചിക്കുന്നതാണ്, ഇന്നലത്തെ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. എന്നിട്ട് പറയാം, ഇവർ നമ്മുടെ അടുത്ത് നിന്ന് എങ്ങുമില്ലാത്ത പൈസയാണ് ചോദിച്ചു വാങ്ങുക, അതായത് അനാബ് ഷനാബ് पैसे मांगते हैं. പിന്നെ നമ്മളിപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പബ്ലിക് എല്ലാവരുടെയും മുന്നിൽ ഇട്ടിട്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സരെ ആം ഇജ്ജത്ത് ഉത്താർനെ പർ ആമാദ ഹോ ജാത്തെ ഹെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇന്നലെ അങ്ങനെ കയറാൻ നേരം അസ്ലം ആ റിക്ഷയിൽ നിന്ന് ഇറങ്ങി. असलम रिक्शे से उतर पड़ा था. दाहिना हाथ गद्दी पर जमाकर चढ़ाई पर रिक्शा खींच रहा था. കൈ എടുത്തിട്ട് ഗദ്ദിയിൽ വെച്ച് എന്നിട്ട് ആ റിക്ഷ വലിച്ചു കൊണ്ടുപോകുമായിരുന്നു. वह बुरी तरह हाफ रहा था. गंजे सिर पर पसीने की नन्ही नन्ही बूंदें दिखाई देने लगी थी. അദ്ദേഹത്തിൻ്റെ തലയിൽ, അതായത് മുടിയൊന്നുമില്ലായിരുന്നു, അന്നേരം തലയിൽ നമ്മുടെ വിയർപ്പില്ലേ, ആ വിയർപ്പ് ഇങ്ങനെ കാണാൻ സാധിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഭയങ്കരമായിട്ട് ക്ഷീണിതനായി അസ്ലം കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഹാഫ് റഹാഥ. किसी कार के हॉर्न से चौंकर वह वर्तमान में आ गया. रिक्शा तेजी से नटराज से डाक बंगले वाली चढ़ाई की ओर चढ़ रहा था.
ഇപ്പോൾ അദ്ദേഹം ഇതുപോലെ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുമായിരുന്നു. പെട്ടെന്നൊരു കാറിൻ്റെ ഒരു ഹോൺ കേട്ട് അങ്ങനെ അദ്ദേഹം ഞെട്ടി ഉണർന്ന്. അന്നേരം ഇപ്പോൾ പ്രസൻറ്റിലെത്തി, വർത്തമാനമേ ആകെയാ. എന്നിട്ട് പറയാണ് ഇപ്പോൾ അദ്ദേഹം ഞെട്ടി ഉണർന്നു കഴിഞ്ഞപ്പോൾ കാണുന്നതാണ് ഈ റിക്ഷ ഭയങ്കര സ്പീഡായിട്ട് ഡാക് ബംഗ്ലയുടെ ആ ചടായി, അതായത് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ യാത്രി പറഞ്ഞു, റുക്കോ, നിർത്ത്. एकाएक उसने रिक्शे वाले से कहा और रिक्शे के धीरे होते ही उतर पड़ा. എന്നിട്ട് റിക്ഷവാലിനോട് എന്ത് പറഞ്ഞ്, റുക്കോ എന്ന് പറഞ്ഞല്ലേ, നിൽക്ക്. എന്നിട്ട് ആ റിക്ഷ സ്ലോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഇറങ്ങി. റിക്ഷേവാല ബഹുത് മസ്ബൂത്ത് കത്കാടി കാ था उसके लिए यह चढ़ाई कोई खास मायने नहीं रखती थी. അതായത് ഈ റിക്ഷാവാല ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, അദ്ദേഹത്തിന് ഈ കയറ്റം കയറുക എന്ന് പറയുന്നത് അത്രയും വലിയ കാര്യമൊന്നുമല്ല. उसने हैरानी से उसकी ओर देखा. वह किसी अपराधी की भांति सिर झुकाए रिक्शे के साथ साथ चल रहा था. അന്നേരം നമ്മുടെ യാത്രീനെ റിക്ഷാവാല നോക്കിയപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യാത്രി തല കുനിച്ചിട്ട് ആ റിക്ഷയുടെ കൂട്ടത്തിൽ നടക്കാൻ തുടങ്ങി. അതായത് എന്തോ തെറ്റ് ചെയ്ത ഒരു അപരാധിയെ പോലെ തലയും കുനിച്ച് നടക്കാൻ തുടങ്ങിയെന്നാണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തുന്നത്. നമ്മുടെ ഈ ലഘുകഥയ്ക്ക് അനുതാപ് എന്ന ശീർഷകം ഉചിതമായിട്ടുള്ളതാണ്. അനുതാപ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഹംദർദി ജതാന അല്ലെങ്കിൽ ദുഃഖ അവസർ പർ ദൂസറോക്ക് സാത്ത് രഹന, മറ്റുള്ള ഒരാൾക്ക് ദുഃഖം വരുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നിൽക്കുക എന്നാണ് പറയുക. പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ മനുഷ്യരാകുമ്പോൾ തെറ്റുകൾ ചെയ്യും, അതായത് അറിയാതെ ചിലപ്പോൾ പറ്റിപ്പോകുന്നതായിരിക്കാം നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റുകൾ. ഇതിനകത്ത് ഇപ്പോൾ ഈ യാത്രയിൽ നിന്ന് തെറ്റ് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ലമിന് വയ്യാണ്ടായി, അതായത് വയറ്റിൽ കൈവച്ച് ഇങ്ങനെ അത് പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു അല്ലേ, റിക്ഷ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ടും ഇറങ്ങി നടന്നില്ല. ഇറങ്ങി നടക്കണമെന്ന് തോന്നി, പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ മനസ്സ് മാറി ഇറങ്ങി നടന്നില്ല. ഓഫീസ് വരെ അങ്ങനെ ഇരുന്ന് പോയി. അന്നേരം അസ്ലം കുറേ വേദന സഹിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആലോചിച്ചപ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് പശ്ചാത്താപം തോന്നുന്നുണ്ട്. ആ ചെയ്ത തെറ്റ് ഇനി തിരുത്താൻ പറ്റത്തുമില്ല. അന്നേരം അതൊക്കെ ആലോചിച്ചിട്ടാണ് അദ്ദേഹം പുതിയ റിക്ഷാവാല വന്നപ്പോൾ ആ ഏരിയ എത്തി, അതായത് ആ കയറ്റം കയറുന്ന സ്ഥലം എത്തിയപ്പോൾ ഇറങ്ങി നടക്കാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുതാപ് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പശ്ചാത്താപം എന്നാണ്. ഇത് ശരിക്കും ഈ ഒരു ലഘുകഥയ്ക്ക് ചേർന്നൊരു പേരാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 എണ്ണം നോക്കാം. ഉസേ ഷാക് സാ ലഗാ ക്യൂ. ഷാക്ക് എന്ന് പറയുന്ന ഷോക്കിനെയാണ്, ഹിന്ദിയിൽ എഴുതുമ്പോൾ ഷാക്ക് എന്നാണ് എഴുതുക. അവർ ഷോക്കായി, എന്തുകൊണ്ടാണ് ഷോക്കായി എന്നാണ് ചോദിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രി ഷോക്കാകാനുള്ള കാരണം 4-5 ദിവസമായിട്ട് അസ്ലം ആണ് സ്ഥിരമായിട്ട് നമ്മുടെ യാത്രീനെ ഓഫീസിൽ കൊണ്ടെത്തിക്കുന്നത്. അന്നേരം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ, അതായത് അസ്ലമിൻ്റെ റിക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അസ്ലമിന് പകരമായിട്ട് പുതിയൊരു റിക്ഷാവാല എന്നിട്ട് ആ റിക്ഷാവാല ഇതുപോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ അസ്ലം മരിച്ചു എന്ന് പറഞ്ഞ്. അത് കേട്ടപ്പോൾ ഷോക്കായിപ്പോയി, കാരണം ഇന്നലെ വരെ ഓഫീസിൽ കൊണ്ടെത്തിച്ചായിരുന്നു, യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു എന്ന്. അതായത് വേറെ അല്ലാതെ പുറത്തുനിന്ന് കാണുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഷോക്കായി പോയത്. വയറുവേദന എന്നുള്ള ആ ഒരു ഇത് ഒഴിച്ചിട്ട് വേറെ ഒന്നും ഇന്നലെ അദ്ദേഹത്തിന് തോന്നിയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻകെ സാത്ത് ഹംദർദി ജതാന ബേവകൂഫി ഹോഗി, യഹാ യാത്രി കാ കോൺസാ മനോഭാവ് പ്രകട് ഹോ രഹാ ഹെ. അതായത് ഇവരുടെ അടുത്ത് ഹംദർദി, അതായത് സഹാനുഭൂതി കാണിക്കുക എന്ന് പറയുന്ന ബേവകൂഫിയാണ്, അതായത് അതൊരു മണ്ടത്തരമാണെന്ന് പറയുന്നത്. ഇത് ആ യാത്രയിൽ ഏത് മനോഭാവമാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്? അതായത് നമ്മുടെ യാത്രയുടെ മനസ്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സാധാ ഇങ്ങനെ ദിവസം റിക്ഷയ്ക്ക് ഓടിച്ച് നടക്കുന്നവരാണ്, ഇവർക്ക് അത്ര റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ അത്രയും നമ്മൾ വലുതായിട്ടൊന്നും കാണണ്ട എന്നുള്ളൊരു രീതിയിലാണ്, ഒരു ഉപേക്ഷ അല്ലെങ്കിൽ ഒരു അനാദരൻ്റെ ഭാവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഓഫീസിൽ പോയി വർക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്താകുമ്പോൾ കുറച്ചുകൂടി റെസ്പെക്റ്റോടെ പെരുമാറും. ഇവരുടെ അടുത്താകുമ്പോൾ റിക്ഷ ഓടിക്കുന്നതാണ് അധികം, ഇപ്പോൾ നമ്മൾ റെസ്പെക്റ്റ് കൊടുത്തില്ലെങ്കിലും വലുതായിട്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ളൊരു രീതിയാണ് ഇവിടെ വന്നത്. പിന്നെ 3-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്,
वह किसी अपराधी की भांति सिर झुकाए रिक्शे के साथ साथ चल रहा था क्यों? യാത്രി ഒരു തെറ്റ് ചെയ്ത് ഒരു കുറ്റവാളിയെ പോലെ ആ റിക്ഷയിൽ നിന്ന് ഇറങ്ങി റിക്ഷയുടെ കൂടെ തന്നെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ നടക്കാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പുതിയ റിക്ഷാവാല വന്ന് പറഞ്ഞല്ലോ, അസ്ലം ഇതുപോലെ മരിച്ച് അദ്ദേഹത്തിൻ്റെ 2 കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു, റിക്ഷ ഓടിക്കാൻ പാടില്ലെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതെല്ലാം കേട്ടപ്പോൾ നമ്മുടെ യാത്രി ഇതുപോലെ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് അദ്ദേഹത്തിൻ്റെ കൺമുന്നിലേക്ക് വന്ന്, അതായത് അസ്ലം വയറുവേദന എടുത്തിട്ട് വയറ്റിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം പിടിച്ച് വലിച്ചാണ് റിക്ഷ വലിച്ചുകൊണ്ട് പോയി. പിന്നെ തലയിലൊക്കെ വിയർപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ക്ഷീണിതനായിരുന്നു. ഹാഫ് റഹാഥ എന്നൊക്കെ പറയുന്നുണ്ട്, അതായത് ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ടയേർഡായിപ്പോയി. ഇതൊക്കെ കണ്ടിട്ടും നമ്മുടെ യാത്രി ആ റിക്ഷയിൽ നിന്ന് ഇറങ്ങിയില്ല. ഇറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷേ അടുത്ത നിമിഷം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി. അതായത് ഇങ്ങനെ ഇപ്പോൾ ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നാളെ ഇറങ്ങണം, അങ്ങനെ ദിവസം ഈ സ്ഥലം എത്തുമ്പോൾ ഇറങ്ങണം, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത കാരണം ഇറങ്ങിയില്ല. പക്ഷേ അത് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ഇപ്പോൾ തോന്നുന്നു. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന അസ്ലം ഇപ്പോൾ ജീവനോട് ഉണ്ടാകുമായിരുന്നല്ലോ എന്നുള്ളൊരു തോന്നൽ കാരണം ആണ് തല കുനിച്ച് നടക്കുന്നത്. അതിന് കാരണം ഇതാണ്. ഇന്നലെ വലിയൊരു തെറ്റാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചതെന്നുള്ള ഒരു കുറ്റബോധം. ഇത് ഇത്രയാണ് നമ്മുടെ അനുതാപ് എന്ന് പറയുന്ന ലഘുകഥയിൽ പറയുന്നത്.